വെൽക്കം വൈശാലി കമ്മ്യൂണിക്കേഷൻസ്. ഇന്നത്തെ വീഡിയോ രണ്ടക്കങ്ങളുടെ സംഖ്യകളുടെ എളുപ്പത്തിലുള്ള ഗുണനം എങ്ങനെയാണെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ രണ്ടക്ക സംഖ്യകൾ ഗുണിക്കുമ്പം രണ്ട് വരിയിലൊക്കെ എഴുതി കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ശ്രദ്ധിക്കാം. 87 × 87. ഇതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന 7 × 7 49 9 എഴുതുന്നു. റിമൈൻഡർ 4 ഉണ്ട്. 8 8 16. 16 × 7. 16 × 7 എന്ന് പറഞ്ഞാൽ 112 എന്ന് കിട്ടും. 112 4 നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി 4 116. ഇവിടെ 6 എഴുതി ബാക്കി 11. 8 8 64. 64 11 75. അപ്പം 87 × 87 എന്ന് പറഞ്ഞാൽ 7569 എന്ന് കിട്ടും. അതുപോലെ 77 × 77 എങ്ങനെയാണ് ചെയ്യുന്നത്? 7 7 49 9 എഴുതുന്നു, ബാക്കി 4. 7 7 14. 14 × 7 98. 98 4 102 ഇവിടെ 2 എഴുതുന്നു, ബാക്കി 10. 7 7 49 10 59. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം 69 × 69. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 9 × 9 81 1 എഴുതുന്നു, റിമൈൻഡർ 8. 6 6 12. 12 × 9 എന്ന് പറഞ്ഞാൽ 108. 108 8 116. ഇവിടെ 6 എഴുതുന്നു, ബാക്കി 11. 6 6 36. 36 11 47. അപ്പം 69 × 69 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4761. അതുപോലെ 27 × 27 ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 7 7 49 9 എഴുതുന്നു, 2 2 4 4 7 28. 28 4 നേരത്തെ ഇവിടെ 9 എഴുതിയപ്പോൾ 4 റിമൈൻഡർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 2 4 4 7 28. 28 4 32 2 ബാക്കി 3. ഈ 2 4 4 3 7. 27 × 27 729 എന്ന് കിട്ടും. അതുപോലെ 17 × 17 7 7 49 9 എഴുതുന്നു, റിമൈൻഡർ 1. 1 1 2 27 14. 14 4 18 ഇവിടെ 8 എഴുതുന്നു, ബാക്കി 1. ഓരോന്ന് 1 1 1 2. അപ്പം 17 × 17 എന്ന് പറഞ്ഞാൽ 289. അതുപോലെ 97 × 97 ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 7 7 49 9 റിമൈൻഡർ 4. 9 9 18. 18 × 7 126. 126 4 130. ഇവിടെ 0 എഴുതി, ബാക്കി 13. 9 9 81. 81 13 94. അപ്പോൾ 97 × 97 എന്ന് പറഞ്ഞാൽ 9409. അല്ലേ? നിങ്ങളിതിങ്ങനെ രണ്ട് വരിയിലൊന്നും എഴുതി ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ് പരിപാടി. ഇനി 98 × 98 ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 8 64 4 എഴുതുന്നു, റിമൈൻഡർ 6. 9 9 കൂട്ടുക. അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ 18 ആണ്. 18 × 8 എത്രയാ? 144 എന്ന് വരും. 18 8 144. 144 6. 150 0 എഴുതുന്നു, ബാക്കി 15 വരും. 9 9 81. 8 1 81 15. 86 10 96. അപ്പോൾ 98 × 98 എന്ന് പറഞ്ഞാൽ 9604 എന്ന് കിട്ടും. അതാണ് സംഭവം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതുപോലെ 47 × 47 എങ്ങനെയാണ് ചെയ്യുന്നത്? 7 7 49 ബാക്കി 4. 4 4 8 8 56. 56 4 60 0 ബാക്കി 6. 4 4 16. 16 + 6 22. അപ്പം 47 × 47 എന്ന് പറഞ്ഞാൽ 2209 എന്ന് കിട്ടും. അതുപോലെ 37 × 37 എങ്ങനെയാണ്? 7 7 49 9 ബാക്കി 4. 3 3 6. 6 7 42. 42 + 4 46. ബാക്കി 4. 3 3 9 4 13. അപ്പോൾ 37 × 37 എന്ന് പറഞ്ഞാൽ 1369 എന്ന് കിട്ടും. വളരെ സിമ്പിളല്ല പരിപാടി. അതുപോലെ നോക്കാം 67 × 67 ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 7 7 49 9 ബാക്കി 4. 6 6 12 17 84. 8 4 84 4 88 ഇവിടെ 8 എഴുതി, ബാക്കി ഇവിടെ 6 6 36 8 44. അപ്പോൾ 67 × 67 എന്ന് പറഞ്ഞാൽ 4489. 78 × 78 എങ്ങനെയാ?
8 64 4 റിമൈൻഡർ 6 7 7 14 14 ഇൻറ്റു 8 112 112 6 118 ഇവിടെ 8 എഴുതി ബാക്കി 11 7 7 49 49 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ 60 അപ്പം 78 ഇൻറ്റു 78 എന്ന് പറഞ്ഞാൽ 6084 അതുപോലെ 59 ഇൻറ്റു 59 ഇതെങ്ങനെയാണ് ചെയ്യുന്നത് 9 9 81 1 റിമൈൻഡർ 8 5 5 10 10 ഇൻറ്റു 9 90 90 പ്ലസ് 8 98 റിമൈൻഡർ 9 5 25 9 34 അപ്പോൾ 59 ഇൻറ്റു 59 എന്ന് പറഞ്ഞാൽ 3481 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. അതുപോലെ 28 ഇൻറ്റു 28 8 64 4 റിമൈൻഡർ 6 2 2 4 4 8 32 6 38 ഇട്ട് എഴുതുന്നു റിമൈൻഡർ 3 ഈ 2 4 4 3 7 ഇപ്പോൾ 28 ഇൻറ്റു 28 എന്ന് പറഞ്ഞാൽ 784. അതുപോലെ 68 ഇൻറ്റു 68 ഇതെങ്ങനെയാണ് ചെയ്യുന്നത് 8 64 4 ബാക്കി 6 6 6 12 18 96 96 6 102 2 ബാക്കി 10 6 6 ഇൻറ്റു 6 36 36 പ്ലസ് 10 46 68 ഇൻറ്റു 68 എന്ന് പറഞ്ഞാൽ 4624. അതുപോലെ 49 ഇൻറ്റു 49 എങ്ങനെയാണ് ചെയ്യുന്നത് 9 9 സാർ 81 1 എഴുതുന്നു റിമൈൻഡർ 8 4 4 8 89 72 72 8 80 0 ബാക്കി 8 4 4 16 8 24 അപ്പോൾ 49 ഇൻറ്റു 49 എന്ന് പറഞ്ഞാൽ 2401. അങ്ങനെ ഏത് രണ്ടക്ക സംഖ്യകളുടെയും വർഗം അല്ലെങ്കിൽ സ്ക്വയർ കാണുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.